നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാളികൾ എന്നും ഇഷ്ടപ്പെടുന്ന ഗാനങ്ങളെ മനഃപ്പാഠമാക്കി കൊച്ചിൻ മൻസൂർ മനഃപ്പാഠം മൻസൂർ ആയതിന്റെ കഥ JB ജംഗ്ഷനിൽ ഈ എപ്പിസോഡിലും തുടരുന്നു. മൻസൂർ എങ്ങനെയാണ് ഈ മനഃപ്പാഠം മൻസൂർ ആയി തുടങ്ങിയത്? ഉരുത്തിരിഞ്ഞ് എങ്ങനെയാണ്? പഠിക്കുമ്പോഴൊക്കെ നന്നായി പഠിച്ചിരുന്നോ? പഠിക്കുമ്പോൾ അവന്റെ കാര്യമായിട്ട് പഠിപ്പില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. സ്കൂളിൽ വെറുതെ പോയി തിരിച്ചു വരുമായിരുന്നു. തീർച്ചയായിട്ടും. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കാര്യമായിട്ട് പഠിത്തത്തിൽ ശ്രദ്ധയില്ല. അപ്പൊ അന്ന് ഈ സിനിമയുടെ ശബ്ദരേഖയെല്ലാം പഠിച്ചു വെക്കും. ഓരോ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ ജയന്റെ നസീർ സാറിന്റെ ഒക്കെ ഡയലോഗ് ഓർമ്മ വരും. അപ്പൊ ടീച്ചർമാർ എന്ത് ചെയ്യണം, നീ ആ നായാട്ട് സിനിമയിലെ ഡയലോഗ് എന്ന് പറഞ്ഞേ. ഇങ്ങനെ ടീച്ചർമാർ അവരുടെ സ്റ്റാഫ് റൂമിൽ തന്നെ വിളിപ്പിക്കും. അപ്പൊ അന്ന് നായാട്ടൊക്കെ എന്നെ കത്തി നിൽക്കുന്ന സമയം ജയൻ ചേട്ടന്റെ മരണം, അതുപോലെ ജയൻ ചേട്ടന്റെ അപ്പൊ ഇത് വന്നിട്ട് പറയും അത് ജയൻ ചേട്ടൻ സംസാരിക്കണം എന്നൊക്കെ. അപ്പൊ ജയൻ പറഞ്ഞ പോലെ കാണിച്ചു. അപ്പൊ ഈ ഡയലോഗ് അന്ന് ഓർമ്മ വരുമായിരുന്നു. ഓർമ്മയുണ്ടോ? ഓർമ്മ തീർച്ചയായിട്ടും. അപ്പൊ ഇതില് അപ്പൊ ടീച്ചർമാരുടെ കൗതുകമായിരുന്നു മൻസൂർ. അത് പാടുന്നില്ല, പക്ഷെ ഈ ശബ്ദരേഖ കേൾപ്പിച്ചു കൊടുക്കണം. അവരോട് ഓരോ ഡയലോഗിന് ചോദിക്കും. അപ്പൊ നായാട്ട് സിനിമയിലെ സണ്ണി എന്ന നടൻ, അന്തരിച്ചു പോയ സണ്ണി മാഷെ, അദ്ദേഹം അതിലെ വില്ലനാണ് ശങ്കർ എന്ന കഥാപാത്രം. ജയൻ ചേട്ടൻ അതിൽ സബ് ഇൻസ്പെക്ടർ വിജയൻ എന്ന കഥാപാത്രം. അപ്പൊ ഇവര് തമ്മിലൊരു സ്വീക്വൻസ് ആണ്. അപ്പൊ ജയൻ ചേട്ടൻ അവരുടെ ഡയലോഗുണ്ട്, ശങ്കർ ഞാൻ തിരിച്ചു വന്നു, തന്തയ്ക്ക് പിറന്നവനായതുകൊണ്ട് ഞാൻ നിന്നെ പിന്നിൽ നിന്നും ആക്രമിക്കില്ല, ഇനി നിന്നെ പൂർണ്ണമായി നശിപ്പിച്ചേ ഞാൻ അടങ്ങും. പറയാൻ നല്ല രസമുണ്ട്. നീ കാരണം 6 മാസം ഞാൻ ജയിലിലായി. ഓരോ നിമിഷത്തിലും ഞാൻ നിന്നെ ഓർത്തു. വിജയൻ എന്നും എന്നെ ഓർക്കണം. ഏതായാലും നിങ്ങളുടെ ഉദ്യോഗം നഷ്ടപ്പെട്ടു, എൻ്റെ കമ്പനിയിൽ ഒരു ജോലി സ്വീകരിക്കുക. വിജയന് ഞാൻ നല്ലൊരു പോസ്റ്റ് തരാം, പ്രോമിസ്. ഞാൻ നിനക്ക് തരാൻ പോകുന്നത് മരണമാണ്. ദിസ് ഇസ് മൈ പ്രോമിസ്. അധികം മേലോട്ട് പോകണ്ട, എൻ്റെ ജോലിക്കാർ ഇവിടെ എല്ലാം ഉണ്ട്. നിൻ്റെ കഥ കഴിക്കാൻ എനിക്കൊരു നിമിഷം മതി. ശങ്കർ, നീ നിൻ്റെ ജോലിക്കാരോട് പറയണം നിൻ്റെ നെടിൽ നിന്ന് മാറരുതും. ഒരു കാര്യം കൂടി, ഭക്ഷണം കഴിക്കുമ്പോൾ പുകവലിക്കരുത്, അതൊരു ചീത്ത സ്വഭാവമാണ്. ഇതൊക്കെയാണ് താങ്കൾ അധ്യാപകരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ടീച്ചർമാർ ഇങ്ങനെ വിളിക്കും, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. ഇതായിരുന്നു സംഭവങ്ങൾ. പരീക്ഷയ്ക്ക് മുട്ട കിട്ടിയാലും പ്രശ്നമില്ല, കുഴപ്പമുണ്ടായിരുന്നില്ല. വരട്ടെ. ഈ നിത്യഹരിതമായ ഗാനങ്ങൾ ആലപിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ മൻസൂർ ആ നടന്മാരുടെ ഭാവങ്ങളും രൂപങ്ങളും ഒക്കെ എടുത്ത് അഭിനയിച്ച് അത് പാടാറുണ്ട്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ മൻസൂറിൻ്റെ മിമിക്രി കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഗാനങ്ങളുടെ ഇടയിൽ നമ്മുടെ അമ്പിളിച്ചേട്ടൻ്റെയും മാളച്ചേട്ടൻ്റെയും പഴയ ഹാസ്യ നടന്മാരുടെയും ഒക്കെ ചെറിയ ബിറ്റ്സ്, ഒരുപാട് നീട്ടാതെ ഇടയ്ക്കൊരു ബിറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ അല്പവും കൂടെ അനുഗ്രഹസാന്ദ്രമാകും, മനസ്സ് അല്പവും കൂടെ കുളിർമയാകും എന്നെനിക്ക് തോന്നുന്നു. മൻസൂർ കൈക്ക് അത് ചെയ്യാൻ പറ്റുമോ? സിനിമയുടെ ശബ്ദരേഖയിൽ നിന്നാണ് താങ്കൾ ഈ പറഞ്ഞ പോലെ മനഃപ്പാഠം അല്ലെങ്കിൽ ബൈഹാർട്ട് എന്നുള്ള സംഭവം ചെയ്തിരുന്നത്. അന്നത് ഓരോ സംഭവം ഉണ്ട്. അതങ്ങനെ മനസ്സിൽ വരുന്ന ഓരോ കഥാപാത്രത്തിലും. അന്ന് ഈ പാഠങ്ങളൊക്കെ ബൈഹാർട്ട് ചെയ്തിരുന്നെങ്കിൽ എവിടെ എത്തിയതിനെ മൻസൂർ അതെനിക്ക് വല്ലതും അറിയില്ല. ഇപ്പോഴും ചിലവരിങ്ങനെ വിളിച്ചു ചോദിക്കും ജയൻ മരിച്ച ഡേറ്റ് എന്നാണ്, അല്ലെങ്കിൽ ഇന്ന സിനിമ ഏത് വർഷം ഇറങ്ങിയെന്ന് പറഞ്ഞ് ഇപ്പോഴും ഫോൺ ചെയ്യാറുണ്ട്. ചിലർ രാത്രിയൊക്കെ വിളിക്കും, ചിലപ്പോൾ അമേരിക്കയിൽ നിന്നായിരിക്കും വിളിക്കുന്നത്. ഇപ്പോൾ ഇന്നാൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വർണ്ണമുഖി എന്നുള്ള പാട്ട് ജയേട്ടൻ പാടിയ പാട്ടാണ്, അത് ഏത് പടത്തില്ല? ഞാൻ പറഞ്ഞ സ്വർഗ്ഗപുത്രി എന്ന സിനിമ, ഏത് വർഷം? 1973. സംഗീതം ദേവരാജൻ മാഷ്, ഗാനരചന തമ്പി സാറ്. അപ്പോൾ ഇതിങ്ങനെ ആളുകൾ ചോദിക്കും, നമ്മളത് പറഞ്ഞു കൊടുക്കും. അപ്പം അങ്ങനെ ചിലവർ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വിളിക്കാറുണ്ട്. അപ്പോൾ അതിനൊരു മഹാഭാഗ്യമാണ്. 10,000-ഓളം പാട്ടുകൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചു. ഒരു വള്ളി പുള്ളി തെറ്റുന്നില്ല. രണ്ടത് അതിൻ്റെതായ ഭാവസാന്ദ്രതയോടെ അത് പാടുകയും ചെയ്യുന്നു. മാത്രമല്ല സുദീർഘമായിട്ടുള്ള ഗാനാലാപനം 5 മണിക്കൂർ തുടങ്ങി, പിന്നെ അങ്ങ് വർദ്ധിപ്പിച്ച് 19 മണിക്കൂർ. തീർച്ചയായിട്ടും മൻസൂർ, ഇതൊരു താങ്കൾ ഗിന്നസ് ബുക്കിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പോലും ഒരു അത്ഭുതമായിരുന്നു. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും താങ്കളുടെ ഈ പറഞ്ഞ നേട്ടങ്ങളെക്കുറിച്ച് സുദീർഘമായിട്ട് പ്രതിപാദിച്ചിരുന്നു. തീർച്ചയായിട്ടും ഒരു വാശിയായിരുന്നു. വാശിയല്ലായിരുന്നു, ആ നല്ല ഗാനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുക. നമ്മളെ മറന്നു കിടന്ന ഗാനങ്ങൾ. അപ്പോൾ ഞാനിപ്പോഴും വ്യത്യസ്തമായിട്ടാണ് ചിന്തിച്ചത്. അപ്പോൾ പുതിയ പാട്ട് പാടാൻ ഇവിടെ ധാരാളം ഗായകരുണ്ട്, പക്ഷേ പഴയ കാലം നമ്മുടെ മറന്നു കിടക്കില്ല. അതൊന്ന് തിരിച്ചു കൊണ്ടുവരിക, പുതിയ കുട്ടികൾക്ക് ആ നല്ല പാട്ടിന് മഹത്വം ഒന്ന് മനസ്സിലാക്കി വരട്ടെ. ഒരാൾ ഇവിടെ വളരെ നമ്മളെ ഒത്തിരി പ്രസിദ്ധരായ ഗായകന്മാരും ഗായികമാരൊക്കെ ഉണ്ട്. അവരുടെ ജോലി തന്നെ വേദികളിൽ കയറി പരിപാടികൾ നടത്തുക, കാശ് വാങ്ങിക്കുക. പക്ഷേ അവർ പാടുന്ന പാട്ടുകൾ ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ഒരു 12 വരി കവിത മനപ്പാഠം ബുക്ക് നോക്കാതെ പാടുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അതാണ് മനസ്സുള്ളിൽ കാണുന്നത്.
ഇത് ഒരു പാട്ടല്ല, 2 പാട്ടല്ല, 100 പാട്ടല്ല. ഓഡിറ്റോറിയത്തിൽ നിന്നിട്ട് ഏത് പാട്ട് ചോദിച്ചാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരും. പാട്ട് മാത്രമല്ല, അഭിനയിക്കുകയും ചെയ്യും. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വേദികളിൽ ആൾക്കാരിരിക്കുന്ന കൂട്ടത്തിൽ കൂടി സഞ്ചരിച്ച് അവരെ തലോടി അവരോട് ചിരിച്ച് അവരോട് കളിച്ചാണ് ഈ പരിപാടികൾ അവതരിപ്പിക്കുന്നത്. മഹാപ്രതിഭയാണ് നമ്മുടെ ഇടയിൽ. എന്നെ ഏറ്റവും കൂടുതൽ ഇന്നും ഒരു മകനെ പോലെ സ്നേഹിക്കുകയും എനിക്ക് മറക്കാനാത്തൊരു അനുഭവമുണ്ട്. ഞാൻ എൻ്റെ ഗിന്നസ് ബുക്കിൻ്റെ അന്ന് 24 മണിക്കൂറായിരുന്നു എൻ്റെ ടാർഗറ്റ്. 2009 ഈ പ്രോഗ്രാം എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടക്കുന്നത്. അപ്പോൾ ഞാൻ വൈകിട്ട് 5 മണിക്ക് തുടങ്ങി പിറ്റേന്ന് ഉച്ചയ്ക്ക് 12:30 മണിക്കാണ് ഞാനിത് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ദാസേട്ടൻ അതിന് മുമ്പ് തന്നെ പറഞ്ഞു മഞ്ഞ മാസമാണ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കിട്ടിയ ഡേറ്റ് അതായിപ്പോൾ. ഞാൻ ഏകദേശം നവംബർ 29 പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. 5 മണിക്ക് തുടങ്ങി. അപ്പോൾ വെളുപ്പിനെല്ലാം പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ ഓഡിയൻസും എല്ലാം ഫുൾ ടൈം ഉണ്ട്. റേഞ്ച് കൂടിയ പാട്ടുകളൊക്കെ അന്ന് പാടിയത്. പ്രളയഭയോധിയിലുള്ള പാട്ടുകളായിരുന്നു പാടിയിരുന്നത്. അങ്ങനെ ഏകദേശം ഒരു രാവിലെ 7:30 മണിയപ്പോൾ തൊണ്ടയ്ക്ക് ചെറിയൊരു വേദന വന്നു തുടങ്ങി. 8:30 മണിയപ്പോൾ അത് അസഹ്യമായി. അപ്പോൾ അടക്ക് ദാസേട്ടൻ വിളിച്ചു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ശ്രീ ബെന്നി ജോസഫ്, അദ്ദേഹം ദാസേട്ടൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ദാസേട്ടൻ വിളിച്ചു ചോദിച്ചു എങ്ങനെയുണ്ട് ആരോഗ്യം എന്നൊക്കെ ചോദിച്ചു. 12:30 മണിയായപ്പോൾ എൻ്റെ വായിന്ന് ബ്ലഡ് വന്നു തുടങ്ങി. എനിക്ക് പാടാൻ പറ്റാത്ത അവസ്ഥയിലെ ഒരു പാട്ട് പോലും പാടാൻ പറ്റില്ല, ശബ്ദമില്ല. 12:30 മണിയായപ്പോഴും എനിക്ക് പറ്റാത്തൊരവസ്ഥ. ദാസേട്ടൻ പറഞ്ഞ് നിർത്തിക്കോ, കാരണം ഇപ്പോൾ റെക്കോർഡാണ്, ആരും കാണാതെ പാടിയില്ല. 400 മണിക്കൂറൊക്കെ പാടിയ ആൾക്കാരുണ്ട്, പക്ഷേ കാണാതെ പാടിയ റെക്കോർഡ് ആർക്കും ഇല്ല. അപ്പം ഇത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വളരെ സങ്കടത്തോടെ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളും എല്ലാവരും കൂട്ടക്കരച്ചിലായിരുന്നു. കാണാൻ വന്ന ആളുകളും എനിക്ക് നോട്ടുവാൻ അണിയിക്കുന്നുണ്ടപ്പോൾ അവരും കരയായിരുന്നു, കാരണം എത്തിക്കാൻ പറ്റില്ലെന്ന സങ്കടത്തിൽ. അങ്ങനെ ആ സംഘത്തെ എൻ്റെ ശബ്ദം നഷ്ടം. 5 ദിവസം കഴിഞ്ഞ് എനിക്ക് ശബ്ദം തിരിച്ചു കിട്ടിയത്. 5 ദിവസത്തേക്ക് ശബ്ദം ഉണ്ടായില്ല. അല്ല മൻസൂറെ വലിയ റിസ്ക് അല്ലേ എടുത്തേ? റിസ്ക് ഭയങ്കര ശബ്ദം അങ്ങോട്ട് പോയി മറിഞ്ഞു പോയിരുന്നെങ്കിലോ? അപ്പോൾ രാത്രി 10:30 മണിയപ്പോൾ ഞാനിങ്ങനെ കിടക്കുമ്പോൾ വയലാറിന് വീട്ടിൽ നിന്ന് അമ്മ, ശരത്തേട്ടൻ എല്ലാവരും തന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. രാത്രി 10:30 മണിയായപ്പോൾ അർജുന മാസ്റ്റർ പിടിച്ച് 2 പേര് എൻ്റെ വീട്ടിലോട്ട് കയറി. ഞാൻ എൻ്റെ ക്ഷീണമൊക്കെ ഏത് സ്ഥലത്തോട്ട് പോയിന്ന് എനിക്കറിയില്ല. ഞാൻ മാഷിനെ കാലത്തൂടെ മാഷ് പറഞ്ഞു, മോനെ ഇത്രയും പാടിയില്ലേ, 19.5 മണിക്കൂർ 253 പാട്ടുകൾ കാണാതെ പാടിയില്ലേ, ശബ്ദമല്ലേ മോനെ, ഇത്ര ആയില്ലേ, സാരമില്ല, ദൈവം അനുഗ്രഹിച്ച് ഇത് മതി. മാഷിൻ്റെ അനുഗ്രഹം ഇന്നും ഏത് നേട്ടം എനിക്ക് കിട്ടുമ്പോഴും ഞാൻ മാഷിനെ വിളിച്ച് പറയും. എൻ്റെ മകൾക്ക് ജോലി കിട്ടിയപ്പോഴും മോളുടെ വിജയത്തിലെല്ലാം ഞാൻ മാഷിനെ വിളിച്ച് മാഷ് പറയും ആ പഴയ പാട്ടുകൊണ്ട് മോൻ ഇത്രയെല്ലാം സമ്പാദിച്ചു, മക്കളെ പഠിപ്പിച്ചു, അത് തന്നെ ദൈവം അനുഗ്രഹിച്ചു. അർജുന മാസ്റ്റർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് നമുക്ക് പഠിക്കുന്നു. വരട്ടാനാണ് കൊച്ചിൻ മൻസൂറിനെ കഴിഞ്ഞ 9 വർഷക്കാലമായി എനിക്കറിയാം. അദ്ദേഹം വളരെ നന്നായിട്ടാണ് പാട്ടുകൾ പാടുന്നത്. ഒരിക്കൽ കറുകച്ചാലിൽ ഒരു പ്രോഗ്രാമിൽ വെച്ച് ട്രാക്കിട്ട് പാടുകയാണ് ധരിച്ച ആളുകളൊന്ന് മൈക്ക് പിടിച്ചു വാങ്ങിക്കുന്ന ഒരു അനുഭവം മൻസൂറിന് ഓർമ്മയുണ്ടല്ലോ. അത്രയ്ക്ക് പെർഫെക്ഷനായിട്ടാണ് മൻസൂർ പാട്ടുകൾ പാടുന്നത്. നിങ്ങളെല്ലാം ഓരോ പാട്ട് ഓരോരുത്തരും മറവെക്കണം കംപ്ലീറ്റ് കേട്ടോ. ഞാനിപ്പം ക്വിക്കായിട്ട് തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ ഓരോരുത്തരും ഓരോ പാട്ട് പറയാം. പഴയ പാട്ടുകൾ, പുതിയ പാട്ടുകളും കുഴപ്പമില്ല, മുന്നിലോട്ട് പോകില്ല. പുതിയ പാട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ പാടിയിട്ടുള്ള, അവർ കേൾക്കാൻ ഇഷ്ടപ്പെട്ട, മനസ്സിലുള്ള ഒരു പാട്ട് ഓരോരുത്തർ പാടിക്കോളൂ. അതെല്ലാം മൻസൂർ പടപട പാട്ട് വരും. അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ മൻസൂറിനെ നമ്മളിതിനെ മുകളിലേക്ക് കയറ്റും. അതാണ് കരാറ്. അല്ല, ഈ 9,000 എണ്ണത്തിലാണെങ്കിൽ ഞാൻ റെഡി. മൻസൂർ ഒരാൾ നമ്മുടെ ഒപ്പം ചേരാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ തമ്മിലുള്ള പരിചയത്തിന് ശേഷം മൻസൂർ ആകെ ഒരാവശ്യം മാത്രമേ ഉന്നയിച്ചിട്ടുള്ളൂ. നമ്മുടെ ഭാവഗായകൻ, എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായ ജയേട്ടനെ ഒന്ന് പരിചയപ്പെടണം എന്നുള്ള ഒരാവശ്യം. അതിനുവേണ്ടി നമ്മൾ ഒരിക്കൽ ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ പോയ കാര്യമെല്ലാം മൻസൂർ ഓർക്കുന്നുണ്ടാകുമല്ലോ. ചുരുക്കത്തിൽ ജയേട്ടൻ്റെ ഒരു ആരാധകനായി പോയ മൻസൂറിൻ്റെ ആരാധകനായിട്ട് ജയേട്ടനെന്ന് മാറുകയാണ് ഉണ്ടായത്. മൻസൂറിനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം ഒരു കുസൃതി ചോദ്യമാണ്. മൻസൂറിൻ്റെ ആ ഒരു മനസ്സിൽ അല്ലെ തലയിൽ ഉള്ള മെമ്മറി സ്ലോട്ടിൽ ഇട്ടിട്ടുള്ള ആ മെമ്മറി കാർഡ് അതെവിടെ നിന്ന് ലഭിച്ചതാണ്? അതിലെത്ര GB നിറച്ചിട്ടുണ്ട്, ഇനി എത്ര GB ബാക്കിയുണ്ടെന്നുള്ള അറിയാനുള്ളൊരു കുസൃതി ചോദ്യമാണ് എനിക്കുള്ളത്. ഗാനരചയിതാവാണ് ഗോപിച്ചേട്ടൻ. അപ്പോൾ അദ്ദേഹം താങ്കളുടെ ഈ മെമ്മറി പവറിൽ ഈ ബ്രഹ്മിയൊക്കെ കഴിക്കോ? കഴിക്കാറ് സാധാരണ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ എത്രയുണ്ട്, എത്ര ഹാർഡ് ഡിസ്കിൽ സ്റ്റോറേജ് ഇപ്പൊ എത്രയായി? സ്റ്റോറേജ് ഇപ്പൊ 9068 പാട്ടും അതിന്റെ ചരിത്രങ്ങളുമാണ് ഇപ്പൊ സ്റ്റോർ ചെയ്ത് വെച്ചത്. പിന്നെ ഓരോ ദിവസവും പാട്ട് പഠിച്ചുകൊണ്ടേയിരിക്കും, ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പൊ ഇനി ഒരുപാട് സ്റ്റോറേജ് ബാക്കിയുണ്ട്. ഇനി ഒരുപാടുണ്ട്. അപ്പൊ മറ്റു കാര്യങ്ങൾക്കൊന്നും ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ? ഇല്ല, ഞാൻ ഇതിലോട്ട് മാത്രം പോയിക്കൊണ്ടിരിക്കും. അതെ അതെ. മറ്റു കുരുത്തക്കേടുകളൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. കാരണം ഓരോ സമയവും നമ്മൾ ആ കൂടുതൽ പഠിക്കാത്ത പാട്ടുകൾ പഠിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ അന്ന് ഒരു സിനിമയിലൊക്കെ 10 പാട്ടുണ്ടാവും.
അപ്പോൾ ആ 10 പാട്ടിൽ നമ്മൾ ഓരോ ദിവസം നമ്മൾ എടുക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭാര്യയ്ക്കൊരു ശല്യമാണോ അതെയോ സൗകര്യമാണോ എന്താണ്? അവരുടെ കാര്യത്തിൽ നിന്നും വേറെ ഇടപെടാനൊന്നും പോവില്ല എന്നുള്ളൊരു ശല്യം. അവിടെ നിന്ന് പാട്ട് പഠിച്ചോളുമായിരിക്കും. അതല്ല, അതിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് ഭാര്യയ്ക്ക് ഒരു പാട്ട് പാടിക്കൊടുക്കണം. ഭാര്യ അങ്ങനെ അത് അവർ കാലത്തെ ജോലി ചെയ്യുമ്പോൾ ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അത് അത്രേ ഉള്ളൂ, അല്ലാതെ അതിലോട്ട് ശ്രദ്ധയിലോട്ടൊന്നും പോകുന്നില്ല. കാരണം പണ്ടൊരിക്കലും ഞാൻ 10 മണിക്കൂർ എൻ്റെ ഗിന്നസ് ബുക്കിൻ്റെ 10 മണിക്കൂർ പ്രോഗ്രാം 2ാമത്തെ റൗണ്ട് ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പാടുമ്പോൾ തൊട്ടപ്പുറത്ത് ഊഞ്ഞാലിരുന്ന വൈഫിരുന്ന് ഊഞ്ഞാലടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് മോൾ എന്താണ് ഭർത്താവ് നിന്ന് പാടില്ലേ, മോൾക്ക് അവിടെ പോയിരിക്കണം. ഞാൻ അത് നിത്യേന കേൾക്കുകയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു രസകരമായൊരു സംഭവം. അപ്പോൾ ആൾ ഊഞ്ഞാലടിക്കൊണ്ടിരിക്കണം, ശ്രദ്ധിക്കുന്നില്ല, ഇതൊക്കെ ഇവിടെ നടക്കണമല്ല, കുഴപ്പമില്ല എന്നൊരു തോന്നലായിരുന്നത്. ചിറ്റൂർ ഗോപി ചോദിച്ചൊരു കാര്യമുണ്ട്. താങ്കള് ജയേട്ടന്റെ ശ്രീ പി ജയേന്ദ്രനെ കാണാൻ പോകുന്നു. പക്ഷേ അദ്ദേഹം ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. ജയേട്ടൻ, അതെ അതെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ എന്നും പറയുന്ന 2 പേരാണ്. ഒന്ന് സൂര്യൻ, ഒന്ന് ചന്ദ്രൻ. ദാസേട്ടൻ സൂര്യൻ, ജയേട്ടൻ ചന്ദ്രൻ. 2 പേരും 50 കൊല്ലമായിട്ട് നമുക്ക് വേണ്ടി ഇങ്ങനെ നിലാവ് പോലെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ജയേട്ടൻ. ജയേട്ടന്റെ ശബ്ദം ഈ പറഞ്ഞ പോലെ ഓരോ വർഷം കൂടുന്നതും ഞാൻ നേരിട്ട് ജയേട്ടനോട് പറയുകയും ചെയ്തു. ഫിനിഷിംഗ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്യുന്നപ്പോൾ എന്നോട് കുറേ പാട്ടുകൾ ചോദിച്ചിരുന്നു. എൻ്റെ കുറച്ച് പേരോട് പറഞ്ഞ് കുറച്ച് എൻ്റെ വ്യത്യസ്തമായ പാട്ട് വിടാം. അങ്ങനെ ഞാൻ കുറേ വെറൈറ്റി. ജയേട്ടന്റെ ശബ്ദത്തിൽ വന്ന മാറ്റങ്ങൾ മൻസൂറിന് അറിയാമോ? ഞാൻ പറയുന്നത് ജയേട്ടന്റെ മാറ്റങ്ങൾ ഇപ്പോഴാണ് ജയേട്ടന്റെ ഏറ്റവും നല്ല ശബ്ദം എന്നാണ് ഞാൻ. പഴയ ശബ്ദത്തിൽ നിന്ന് ഇപ്പോഴത്തെ പുതിയ ശബ്ദത്തിലേക്ക് എങ്ങനെ മൻസൂർ പോകും? ഞാനിപ്പം ജയേട്ടന്റെ 2 പാട്ട് പാടാം, പഴയ പാട്ടും ഒരു പുതിയ ശബ്ദത്തിലുള്ള ഒരു പാട്ട് പാടാം. മാക്സിമം അദ്ദേഹം എന്തെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ടോ അത് ഞാൻ മാക്സിമം പിടിക്കേ. ഇപ്പോ ജയേട്ടന്റെ ഒരു പ്രത്യേക ഒരു ശൈലിയാണ്. പാപ്പ അന്നത്തെ പറഞ്ഞ അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. ഇതൊരു അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ശൈലിയാണ്. പക്ഷെ ഇന്നൊക്കെയാണ് ആലിലത്താലിയുമായി വരൂ നീ എങ്കലേ ഇതിലേ ആവണി പൊയ്കയിൽ നാദമൊലും ആവലോവതുവായരികെ. ഇതിങ്ങനെ 2 സ്റ്റൈലിലാണ് ജയേട്ടൻ പാടിയിരുന്ന് വെച്ചത്. ജയേട്ടന് അവാർഡ് കിട്ടിയ ഓലഞ്ഞാലി കുരുകൾ അതൊക്കെ എത്രയോ ശബ്ദത്തിലുള്ള ഒരു ചെറുപ്പം അത് തന്നെ. എനിക്കൊന്ന് മൻസൂറിന്റെ ചില സിദ്ധികള് ശ്രീ പി ജയേന്ദ്രനുണ്ട്. എന്നുവെച്ചാൽ ജയേട്ടൻ ഇവിടെ ഈ JB ജംഗ്ഷനിൽ വന്നിട്ട് ഞങ്ങളൊരു 1 മണിക്കൂർ പരിപാടിക്ക് തുടങ്ങി. 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3, 4 മണിക്കൂർ ഒരുപാട് പാട്ടുകൾ മാത്രമല്ല എല്ലാം ബൈഹാട്ടാണ്. അപ്പൊ അന്ന് ഞങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു. അപ്പൊ ചേട്ടൻ പറഞ്ഞു നിനക്ക് ഇത്രയും പാട്ടുകൾ ഇങ്ങനെ കാണാതെ പഠിക്കാൻ ഇത് ഭയങ്കര സിദ്ധിയാണത്, ദൈവം തന്നെ അനുഗ്രഹം. ഇത്രയും പാട്ട് കാണാതെ വലിയ സാധനം. ആദ്യം പുള്ളി ഒന്ന് ബലം പിടിച്ചത്. ആദ്യം എനിക്ക് പേടിയായിരുന്നു. ഗോവിചേട്ടൻ പറഞ്ഞു മൻസൂറെ സൂക്ഷിക്കുക, ആള് നിസാരക്കാരൻ. അപ്പൊ എനിക്കറിയാം ഞാൻ ചേട്ടനോട് അപ്പൊ പറഞ്ഞു മൻസൂർ ഇത്രയും പാട്ടൊക്കെ പാടും. എവിടെ താമസിക്കണേ? എറണാകുളത്ത്. എത്ര ഓർഡർ ചെയ്യും? അപ്പൊ അന്ന് എനിക്ക് 7600 എൻ്റെ ഒരു വ്യത്യസ്തമായ പാട്ട് പറഞ്ഞേ. അപ്പൊ എന്നോട് ചോദിച്ചു അപ്പൊ ഞാനപ്പോ തന്നെ ഇങ്ങനെ പറഞ്ഞു സ്വർണമുഖി നിൻ സ്വപ്ന സദസ്സിൽ സ്വരമഞ്ജരി തൻ ഇതേ പടത്തിലാണ് ഞാൻ സ്വർഗപുത്രി വേറെ ഒന്ന് പഠിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ അല്ലിത്താമരമെരിയാളെ പൂത്തുള്ളി പൂങ്കുയിൽ മൊഴിയാളെ ഒത്തേ നിന്നോട് ചുണ്ടത്താൽ വിളയിച്ചു കൊള്ളാട്ടാ സാധനം കൊള്ളാം. പിന്നെ വേറെ അപ്പൊ ഞാൻ വേറെ വെറൈറ്റി സാധനം ലിസാന്നൊരു സിനിമയിൽ ചേട്ടന്റെ പാട്ട് കൂടി നീർമിഴിത്തുമ്പിൽ കണ്ണീരാണോ പരിഭവമെന്തേയോ മലാളേ സിന്ദൂര സന്ധ്യ ഇങ്ങനെ ഒന്നും തുടങ്ങി. ചേട്ടൻ ചിരിച്ചത് ഒരു കോമഡി പാട്ട് ഞാൻ പാടി ചേട്ടന്റെ എന്തുട്ടാണീ പ്രേമമെന്ന് എനിക്കറിയില്ലേ എന്തരാധേ പ്രാണരാധേ നിന്റെ മന്ദഹാസം കിലുങ്ങുന്ന വൃന്ദാവനത്തിനുള്ളിൽ മഞ്ഞുകൊള്ളും എന്നരികിൽ നീ വരില്ലേ 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 കുട്ടി. ഇത്രയും പാടിയപ്പേനും ജേട്ടന്റെ ഭാവം മാറിയോ? ജേട്ടൻ മാറി. മോത്തെന്ത് ഭാവം വന്നത്? അപ്പൊ പിന്നെ ചിരി തുടങ്ങിയാണ്. ചിരി കുറച്ചങ്ങോട്ട് തുടങ്ങി. നോക്കട്ടെ. അപ്പൊ അവളോട് പറഞ്ഞു അത് കൊള്ള സാധനം കൊള്ളട്ടത്. പിന്നെ എന്നോട് ഒരു തർക്കത്തിലേക്ക് വന്നു. എന്നോട് മൻസൂറെ ഞാനും ദേവരാജ മാഷും പാപ്പനംകുടി ലക്ഷ്മണനും കൂടി ഒരു പാട്ട് ഞങ്ങൾ ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ പാപ്പനംകുടി ലക്ഷ്മണനും സാറും ദേവരാജ മാഷ് നമ്മൾ കമ്പോസ് ചെയ്തില്ല. ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ എനിക്കറിയാവുന്ന പാട്ടല്ലെന്ന്.
അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ ഒരു ഓർമ്മയിലില്ല. പാപ്പനംകോട് ലക്ഷ്മണൻ സാറും ദേവരാജ മാഷും അങ്ങനെ ഒരു കോമ്പസിഷൻ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ ഒന്ന് പാടുന്നു. അപ്പോൾ അദ്ദേഹം പത്തനാടി മനുഷ്യൻ മണ്ണില് പരകൂടി അവന്റെ മനസ്സിൽ സൈത്താന്റെ മുഖം മൂടി ചിരി കൊണ്ടു മയക്കാൻ വരുന്നതു പലരും ചിറകുകളില്ലാത്ത ജിന്നാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് പാപ്പനംകോട് ലക്ഷ്മണൻ സാർ അർജുന മാസ്റ്ററും ചെയ്താണ്. ആണോ? ഏത് പടം? ഞാൻ പറഞ്ഞു കായങ്ങളെ കൊച്ചുണ്ടോ മകൻ. ആരെ പാടി വിളിച്ചു? ഞാൻ പ്രേം നസീർ സാർ, നമ്പി എന്ന് പറഞ്ഞ കഥാപാത്രം. ശരിയാണ്ടാ ഊബർ പരീക്ഷിച്ചാണോ? അപ്പം ഇങ്ങനെ വന്ന് പിന്നെ അവസാനം ഭയങ്കര കമ്പനിയായി ഞങ്ങൾ. അപ്പോൾ എന്നോട് പറഞ്ഞ കുറച്ച് കോമഡി. അപ്പം ഞാൻ പറഞ്ഞ് ചേട്ടൻ ഒരു ബഹദൂർക്കൊക്കെ വേണ്ടി ഒരു സിനിമ പേര് കൊണ്ട് ഒരു പാട്ട് പാടി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ലേഡീസ് ഹോസ്റ്റലിലെ കോരി പതിപ്പിച്ച കോളേജുകളെ അന്തരംഗത്തിൻ അമൃതം ചൊരിയും അയലത്തെ സുന്ദരി നീ, എന്റെ അയലത്തെ സുന്ദരി നീ. ലേഡീസ് ഹോസ്റ്റലിലെ കോരി പതിപ്പിച്ച കോളേജുകളെ ഈ പാട്ട്. അപ്പൊ ജേട്ടൻ താങ്കളുടെ ഒരു ആരാധനായി മാറി എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു ഭാഗ്യം. ആരാധന വെച്ചാൽ ഇൻവേർട്ടർ കോം. തീർച്ചയായിട്ടും. എന്തായാലും സാധാരണ ചേട്ടൻ അങ്ങനെ പിടുത്തം കൊടുക്കുന്ന ആളല്ല. എന്നോട് പറഞ്ഞു എന്തായാലും ഇത്രയും പാട്ട് കാണാതെ പാടാൻ സാധിക്കുന്നത് ദൈവം തന്ന അനുഗ്രഹമാണ്. അപ്പൊ എന്നോട് ആദ്യം പറഞ്ഞു ഗിന്നസ് ബുക്കിൽ കയറുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷെ നീ 19 മണിക്കൂർ കാണാതെ പാടില്ലേ, അവിടെയാണ് ഞാൻ അഭിനന്ദിക്കണം എന്ന് പറഞ്ഞത്. മറ്റേ വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. റെക്കോർഡിലും അവാർഡിനൊന്നും ചേട്ടൻ പണ്ട് പറയും അതൊന്നും വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ നീ കാണാതെ ഒരു സ്റ്റേജിൽ നിന്ന് കാണാതെ പാടിയില്ല 19 മണിക്കൂർ, അതിൽ ഞാൻ അഭിനന്ദിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു വലിയൊരു മഹാഭാഗ്യമുണ്ട്. ചേട്ടൻ്റെ ആ ഒരു സാമീപ്യം എനിക്ക് 2 മണിക്കൂറോളം. നിഷ്കളങ്കനാണ്. ഭയങ്കര കൊച്ചുകുട്ടികളുടെ സ്റ്റൈല്. പാട്ടിനെ കുറിച്ച് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പലാഴി പോലെ ചേട്ടൻ സംസാരിക്കും. രസകരമായ മൂഡ് വന്നു കഴിഞ്ഞാൽ എത്ര പാട്ട് പാടിക്കൊണ്ടിരിക്കും. ജെബി ജംഗ്ഷനിൽ എനിക്ക് ആ ഒരു ഷൂട്ട് നിർത്തണം തന്നെ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും അനന്തമായിട്ട് മൻസൂർ കണ്ടിരുന്ന എത്രയോ നല്ല പാട്ടുകൾ ചേട്ടൻ പാടി, ഒത്തിരി നല്ല പാട്ട്. ദാസേട്ടനും മൻസൂറിന്റെ ഈ കഴിവില് നല്ല എന്താ പറയാ സന്തോഷമുള്ള ആളാണ്. ദാസേട്ടന്റെ വളരെ അടുത്ത മാനേജറായിട്ട് പ്രവർത്തിക്കുന്ന വരട്ടനാണ്. മൻസൂറെ, ഒത്തിരി സന്തോഷമുണ്ട് JB ജംഗ്ഷനിലെ ഈ ഹോട്ട് സീറ്റിലിരിക്കണതിൽ. ഒത്തിരി പ്രമുഖർ വന്നിരുന്നിട്ടുള്ള കസേരയാണ്. അതിലൊന്നും എനിക്ക് വലിയ പുതുമ തോന്നിയിട്ടില്ല. കാരണം മമ്മൂട്ടിയെക്കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും ദാസേട്ടനെ കുറിച്ചൊക്കെ എല്ലാവർക്കും എല്ലാം ഓൾമോസ്റ്റ് അറിയാം. പക്ഷെ കൊച്ചിൻ മൻസൂറിനെ പോലെ ഇത്രയും കഴിവുകളുള്ള ഒരു സാധാരണക്കാരൻ ഈ കസേരമേൽ വരുന്നതെന്നുള്ളത് JB ജംഗ്ഷനിൽ തന്നെയുള്ള ഒരു പ്രത്യേകതയാണ്. കുടുംബങ്ങളുടെ ഗായകനാണ്. നമ്മുടെ വീട്ടിലൊരു ചേട്ടൻ അല്ലെ ഒരു അനിയൻ അല്ലെ ഒരു മോൻ പാടുന്ന പോലെ അങ്ങോട്ട് പാടുവാണ്. ഏത് പാടണം, ഇപ്പം വേണോ, പിന്നെ പോരെ, അങ്ങനെ ഒരു ഇത്. മിക്ക പാട്ടുകാരോട് നമ്മളൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഉടനെ ചോദിക്കും ഏത് പാടണം, ഇന്ന് വേണോ, അങ്ങനെ ഒരു ഇത് കൊച്ചിൻ മൻസൂറിനില്ല. നമ്മുടെ കൂട്ടത്തിൽ നടന്ന് ഭക്ഷണം പോലെയാണ് അദ്ദേഹത്തിന് പാട്ട് ജീവവായുവാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം വഴിയാണ് ഞാൻ ദാസേട്ടനെ പരിചയപ്പെടുന്നത്. ഓക്സിജൻ ഇല്ലെങ്കിലും മൻസൂർ ജീവിക്കും, പക്ഷെ പാട്ടില്ലെങ്കിൽ. മൻസൂർ, നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഒരു പരീക്ഷണത്തിന് താങ്കൾ വിധേയനാണ്. ഒരു പരീക്ഷണം, അതായത് മൻസൂറിനെ ഒന്ന് പിടിക്കാൻ നമുക്ക് ഒരു ചോദ്യം. തങ്കഭസ്മ കൊറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയിമ്പെന്നു മുടക്കും ഞാൻ. എത്ര നോയമ്പ് മുടക്കിയിട്ടുള്ള ആളാണ് മൻസൂർ. ഇത് 1970 പുറത്തിറങ്ങിയ കൂട്ടുകുടുംബം എന്ന ചിത്രം. വയലാറിന്റെ വരി, ദേവരാജ മാസ്റ്ററുടെ സംഗീതം, ദാസേട്ടൻ പാടി, പ്രേം നസീർ സാർ രാധാകൃഷ്ണ കുറുപ്പ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയം തിന്നു മുടക്കും ഞാൻ. തിരുവിൽവമലയിൽ നീതിച്ചു കൊണ്ടുവരും ഇക്കും ഞാൻ. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയം തിന്നു മുടക്കും ഞാൻ. വരട്ടെ ഒരാള്. മൻസൂറെ, നീ ഒരുപാട് ദൈവാനുഗ്രഹമുള്ള ആളാണ്. യേശുദാസിൻ്റെയും പ്രേം നസീറിൻ്റെ ഒക്കെ 9660 പാട്ടോളം നീ കാണാതെ പഠിച്ചു. ഒരു വരിയും തെറ്റാതെ, ഒരു സംശയമില്ലാതെ പാട്ടുകളെല്ലാം പാടി. ഞാൻ 10-250 പടത്തോളം അഭിനയിച്ചു. ആ പടത്തിൽ ആ പടത്തിൻ്റെ പേര് പോലും ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. പക്ഷേ നിൻ്റെ അടുത്ത് ഞാൻ പെട്ടെന്ന് ചോദിക്കുകയാണ്, ഞാൻ ശരപഞ്ചരത്തിലൊരു ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ ആ ക്യാരക്ടറിൻ്റെ പേര് വരെ നീ അപ്പം തന്നെ പറയും. മൻസൂറിനെ പെട്ടെന്ന് എങ്ങനെയാണ് ഓർമ്മയിൽ വയ്ക്കാൻ സാധിക്കുക?
കാരണം എനിക്കറിയാം നീ വലിയ മനുഷ്യനാണ്, അല്ലെങ്കിൽ ഈ 9060 പാട്ടുകളൊക്കെ ഓർമ്മ വയ്ക്കാൻ സാധിക്കില്ല. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് യേശുദാസ് പോലും എന്തെങ്കിലും ഒരു റെഫറൻസിന് വേണ്ടി നിന്നെയാണ് വിളിക്കാറുള്ളത്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു മൻസൂർ? വളരെ മുതിർന്ന ഒരു നടനാണ് സത്താർക്ക. അയ്യോ തീർച്ചയായിട്ടും സത്താർക്കയ്ക്ക് വേണ്ടി 2 വരി പാട്ട് കൊടുക്കും. സത്താർക്ക ഞാൻ എൻ്റെ ഒരു പഴയ സത്താറിനെ ഒന്ന് അയ്യോ ഞാൻ സത്താർക്കാണെന്ന് മാനേഴ്സ് എനിക്കറിയില്ല. സത്താർക്ക പിന്നെ ഏറ്റവും വലിയ എൻ്റെ ഒരു വയലാറിന് ഒരു 100 പാട്ട് ഞാൻ 10 മണിക്കൂർ കൊണ്ട് ഈ അടുത്ത കാലത്ത് പാടി. അന്ന് സത്താർക്ക മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പോൾ സത്താർക്ക പാടി അഭിനയിച്ചൊരു പാട്ടുണ്ട് ശരപഞ്ചരം എന്ന ചിത്രത്തില്. സത്താർക്ക തന്നെ പാടിയത് അമ്പലക്കുളത്തിലെ ആമ്പൽ പോലെ കൺവാശ്രമത്തിലെ മാൻ പോലെ അന്നൊരിക്കൽ ഞാൻ കണ്ട പെൺകിടാവു നീ കൗമാരം കസവിത്ത പോനിലാവോ അമ്പലക്കുളത്തിലെ ആമ്പൽ പോലെ. ഇതിൽ ജയനൻ എന്ന നടൻ രാജശേഖരൻ എന്ന കഥാപാത്രത്തെയും സത്താർക്ക് അതിൽ പ്രഭാകരൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചൊരു ചിത്രമാണ് ശരപഞ്ചരം. ഹരികരൻ സാറ് സംവിധാനം ചെയ്ത ചിത്രം. മൻസൂറിന്റെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയ കുറച്ച് വ്യക്തികളുണ്ട്. മാറ്റാരുമല്ല ഉണ്ണിമേനോൻ. അദ്ദേഹമാണ് ഒരു പക്ഷേ എന്നെ ഈ ഒരു ഇതിലേക്ക് തിരിച്ചുവിട്ടത്. ഉണ്ണിമേനോൻ ചോദിക്കാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എങ്ങനെയാണ് ആ ഒരു നിർണായക മുഹൂർത്തം അത് താങ്കൾ സന്തോഷത്തോടെ സ്വീകരിച്ചതാണോ, അതെയോ താങ്കൾക്ക് മറ്റു കലകളിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ എന്തെങ്കിലും വിഷമം ഉണ്ടായോ? അല്ല, അതുകൊണ്ടല്ല. ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പോയപ്പോൾ അന്ന് ഞാൻ മിമിക്രി ആയിട്ടാണ് അന്ന് പോയത്. ഈ അടുത്ത കാലത്ത് അന്തരിച്ചു എൻ്റെ ഒരു സുഹൃത്തുണ്ട് റൊണാൾഡോ പോയ മിമിക്രി ആർട്ടിസ്റ്റ്. ഞങ്ങളെല്ലാവരും കൂടി ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഉണ്ണിമേനോൻ ചേട്ടൻ്റെ ഗാനമേള ഞങ്ങളുടെ മിമിക്രി അങ്ങോട്ട് വന്നു. അങ്ങനെ ഞാനും ഉണ്ണിമേനോൻ ചേട്ടൻ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ പല പാട്ടുകൾ എന്നോട് ഞാനിതിന് മറുപടി പറയും. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു, നീ ഇങ്ങനെ ഈ മിമിക്രിയിൽ മാത്രം നിന്ന് ശരിയല്ല, നീ കാണാത്തൊരു കഴിവുണ്ട്, നിനക്ക് ഇത്രയും പാട്ടുകൾ ബൈഹാർട്ടാണ്, ഞങ്ങൾക്ക് ഡയറി ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, മിമിക്രിയും നാടകവും ഒക്കെ അവിടെ കുറച്ചിട്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. കാരണം ഏത് പാട്ട് വെച്ചാലും എൻ്റെ നിന്ന് മറുപടി ഉറപ്പാണ്. കാരണം ഞങ്ങൾക്ക് പേടിയാണ്, നിനക്ക് ഡയറിയുടെ ആവശ്യമില്ല. അങ്ങനെ ഉണ്ണിമേനോൻ ചേട്ടൻ്റെ ഒരു വാക്ക് എനിക്ക് കിട്ടിയത് അവിടെ നിന്നാണ് തുടക്കം. ഒരു പാട്ട് ഉണ്ണിമേനോന് വേണ്ടി, ഉണ്ണിമേനോന്റെ തന്നെ പാട്ട്. ഉണ്ണിച്ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട് ഓളങ്ങൾ താളം തല്ലുണ്ടോ നീലക്കുരുവി നീ എന്റെ നാണിച്ചിരിക്കുന്നു ഓളങ്ങൾ താളം തല്ലുണ്ടോ നീലക്കുരുവി നീ എന്റെ നാണിച്ചിരിക്കുന്നു നീളത്തുടയാ നീന്തി തുടിക്കാൻ ഓളപ്പടവിൽ നമുക്കൊന്നിച്ചിരിക്കാൻ ഓളങ്ങൾ താളം തല്ലുമ്പോ നീലക്കുരുവി നീ എന്റെ നാണിച്ചിരിക്കുന്നു. ഇത് ഉണ്ണിയേട്ടൻ്റെ ഏറ്റവും പ്രശസ്തമായ പാട്ടുകളാണ്. ഒരാളും കൂടി നമ്മുടെ ചേരുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ വളരെ താല്പര്യത്തോടെ വീക്ഷിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ജോൺ ബ്രിട്ടാസിൻ്റെ JB ജംഗ്ഷൻ. വൈവിധ്യമാർന്ന അനവധി മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള അനവധി വ്യക്തിപ്രതിഭകൾ ഈ പ്രോഗ്രാമിലൂടെ വന്നുപോയതായി ഞാൻ കണ്ടു. അങ്ങനെ നോക്കുമ്പോൾ കൊച്ചിൻ മൻസൂറിനെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാൻ ജോൺ ബ്രിട്ടാസ് അല്പം വൈകിയില്ലേ എന്നെനിക്കൊരു സംശയമുണ്ട്. കൊച്ചിൻ മൻസൂറിനോട് എനിക്കൊരു പാട്ടുകൂടി പാടാൻ ഒരു അഭ്യർത്ഥനയുണ്ട്. പ്രഭാത ശീവേലി തൊഴുതു മുടങ്ങുമ്പോൾ പ്രസാദം കരുതിയതാർക്ക് വേണ്ടി എന്ന പാട്ട് എനിക്ക് വേണ്ടി പാടണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ മതമിളകി പാടും കാറ്റെ മലർവാടി കാറ്റെ എന്ന പാട്ട് ആരാണ് സംഗീത സംവിധാനം ചെയ്തത് എന്ന് കൂടി പറയണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. പുള്ളി ചോദിച്ചതിനൊരു മറുപടി പറ. മതമിളകത്തുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദാസേട്ടനടുത്ത് സംഗീതം ചെയ്ത് ദാസേട്ടൻ തന്നെ പാടിയ പാട്ട്. ഇതിൽ ഏറ്റവും വലിയ രസം മാണി സി കാപ്പൻ സാറ് ഞാനൊരു പ്രോഗ്രാമിന് പാലയിൽ പങ്കെടുത്തപ്പോൾ എന്നെ ആദ്യം വന്ന് ചോദിച്ചൊരു പാട്ടാണ്. യേശുദാസ് ആദ്യമായിട്ട് സംഗീതം ചെയ്തൊരു പാട്ട് പാടാൻ പറഞ്ഞു. എന്നോട് ആദ്യം വന്ന് ചോദിച്ചതാണ് പുഷ്പഗന്ധി എന്നുള്ള പാട്ട്. പരീക്ഷിച്ചു. ഫസ്റ്റ് ടൈമിൽ എന്നോട് ചോദിച്ചു പുഷ്പഗന്ധി എന്നുള്ള പാട്ട് ആരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ദാസേട്ടൻ ആദ്യമായിട്ട് സംഗീതം ചെയ്ത് അതെനിക്ക് വേണ്ടി പാടാം. അങ്ങനെ പാടി കഴിഞ്ഞപ്പോൾ എനിക്കൊരു 3000 രൂപ എനിക്ക് സമ്മാനം ഓൺ ദ സ്പോട്ടിൽ തോന്നുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ദാസേട്ടനടുത്ത് സംഗീതം ചെയ്തത് പ്രേം നസീർ സാർ ചരിത്രത്തിൽ ആദ്യമായി വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രമാണ്. വിൻസെന്റ് എന്ന നടൻ, പ്രിയപ്പെട്ട നടൻ, അദ്ദേഹമാണ് നായക കഥാപാത്രമായിട്ട് അഭിനയിച്ചത്. അപ്പോൾ നസീർ സാറായില്ല വില്ലൻ കുഞ്ഞച്ചൻ എന്ന കഥാപാത്രം. അപ്പോൾ അതിൽ വിൻസെന്റും എന്ന പ്രിയപ്പെട്ട നടൻ ജയഭാരതിയുമാണ് ഇത് പാടിയത്. അപ്പോൾ അതിൽ ദാസേട്ടനും B വസന്തയും ചേർന്ന് പാടിയൊരു പാട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പുഷ്പഗന്ധി സ്വപ്നഗന്ധി പ്രകൃതി നിന്റെ പച്ചിലമേടയിലന്തിയുറങ്ങാൻ എന്തു സുഖം കാമരേവൻ പോന്നുള്ളാത്തൊരു താഴ്വരയിൽ പ്രിയ കാമുകനോടൊത്തു താമസിക്കാൻ എന്തു സുഖം. ഇതായിരുന്നു
ദാസേട്ടൻ്റെ ആദ്യത്തെ സംഗീതം ഇതായിരുന്നു. മൂപ്പർ ചോദിച്ച പാട്ട് താങ്കള് പ്രഭാത ശൈവേലി ഇതാണ് പാട്ട് ചോദിച്ചിരുന്നത്. ഒരു രണ്ടുപേര് പാടി കൊടുക്ക്. ഇത് ഞാൻ സത്യം പറഞ്ഞ എനിക്കിത് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില പാട്ടിന്റെ കറക്റ്റ് സാധനം എനിക്ക് ഇന്നുവരെ കിട്ടില്ല. അപ്പൊ അത് ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണത്. മൂപ്പർ അറിഞ്ഞുകൊണ്ടാണ് പാടാൻ. അതാണ് ചോദിച്ചത്. ഞാൻ ചില പറഞ്ഞില്ലേ, ചില പാട്ടുകൾ നമുക്ക് കിട്ടിയിട്ട് ഒരു പടത്തിൽ തന്നെ 10 പാട്ടുകളുണ്ടെങ്കിൽ ഇപ്പൊ 8 പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരെണ്ണം കിടക്കുകയാണ്. അതെനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ഞാൻ വിലക്ക് വാങ്ങിയ വീണിലെ എല്ലാ പാട്ടും പഠിച്ചെങ്കിലും ഒരു പാട്ട് മിസ്സായി കിടക്കുകയായിരുന്നു. അത് പിടിച്ചെടുത്തു. ഈ അടുത്ത കാലത്താണ് ഞാൻ പോയി. അപ്പൊ പല സ്ഥലത്തും പലരും ചോദിച്ചപ്പോൾ എനിക്കത് കിട്ടിയില്ല. അപ്പൊ വകയൊക്കെ കാട്ടിലെ പാഴ്മുളം, അവൾ ചിരിച്ചാൽ മുത്തു ചിതറും, ഇതുപോലെ ദേവഗായകനെ ദൈവം ശപിച്ചു, കളിയും ചിരിയും പാട്ട്. അപ്പൊ അത് ദാസേട്ടൻ പാടി പി ഭാസ്കരൻ മാഷിന്റെ വരി. അത് ഏകാന്ത ജീവനിൽ ചിറകുകൾ മുളച്ചു, ഏഴാം സ്വർഗത്തിൽ നീ എന്നെ ക്ഷണിച്ചു, സ്വപ്ന സുന്ദരിയാം സംഗീതമേ നീയൻ കൽപ്പനാനന്ദനത്തിലാരാംബ നർത്തകി, ഏകാന്ത ജീവനിൽ ചിറകുകൾ മുളച്ചു, ഏഴാം സ്വർഗത്തിൽ നീ എന്നെ ക്ഷണിച്ചു. ഈ പാട്ട് ഒരുപാട് പാട്ടുകൾ ആൾക്കാരെ ചുണ്ടിൽ തത്തിക്കളിക്കുമ്പോഴും പല നല്ല പാട്ടുകളും വിസ്മരിക്കപ്പെട്ടു പോകുന്നുണ്ട്. പഴയ നല്ല പാട്ടുകൾ എന്തുകൊണ്ടോ ചിലപ്പോൾ മുഖ്യധാരയിലേക്ക് വരുന്നില്ല. അങ്ങനെയുള്ള പാട്ടുകൾ എന്തായാലും മൻസൂർ തേടി പിടിക്കും തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് ഇതിലും വ്യത്യസ്തമായി 1ഉം 2ഉം പാടിയിട്ടുള്ള ഗായകർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഞാൻ അവരെ തിരിച്ചു കൊണ്ടിരുന്നുണ്ട്. ഞാൻ ഒരു പാട്ട് പാടിയ ഗായകനുണ്ട്, 2 പാട്ട് പാടിയ, ഇവരെല്ലാം വിസ്മരിക്കപ്പെട്ടു പോയി. ഇന്നും പലരും അറിയുന്നില്ല ഇവരെല്ലാം പാടിയ പാട്ടാണോ ഇതൊന്നും പോലും അറിയില്ല. അങ്ങനെ നിത്യ വിസ്മൃതിയിലേക്ക് പോയ ഒരു ഗായകൻ ആരാണ്? അങ്ങനെ പോയിട്ടുള്ള ശ്രീകാന്ത് എന്നൊരു ഗായകനുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം വെരി ഗുഡ്, നല്ല സോങ്സുകൾ, നല്ല ഗായകനാണ്. പക്ഷെ അർഹിക്കുന്ന അംഗീകാരം ആർക്കും അറിയുന്നില്ല. ഇപ്പോഴും ശ്രീകാന്ത് ഒരു ഗായകനുണ്ട്, പക്ഷെ അദ്ദേഹം എവിടെയാണ് എന്താണെന്ന് അറിയില്ല. പൊതു ആസ്വാദകർക്ക് ഏത് പാട്ടാണ് അദ്ദേഹത്തിന്റെ? ഇതിഹാസങ്ങൾ ജനിക്കും മുൻപേ, ഈശ്വരൻ ജനിക്കും മുൻപേ, പ്രകൃതിയും കാലവും ഒരുമിച്ചു പാടി, പ്രേമം ദിവ്യമാമുരനുഭൂതി, പ്രേമം പ്രേമം പ്രേമം. ഇദ്ദേഹത്തിന്റെ നല്ല പാട്ടുകൾ. അങ്ങനെ ഈ മഹാവൃക്ഷങ്ങൾക്കിടയിൽ തിങ്ങിപ്പോയിട്ടുള്ള ഒരുപാട് ഗായകർ, ഒത്തിരി പാട്ടുകാരുണ്ട്. അങ്ങനെ കാർത്തികേയൻ, നമ്മുടെ കൃഷ്ണേന്ദ്രൻ എന്നുള്ള ഗായകന്റെ ഗുരുനാഥനാണ് നിലമ്പൂർ കാർത്തികേയൻ. അദ്ദേഹത്തിന്റെ അവരൊക്കെ മൻസൂറിലൂടെ പുനർജനിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പൊ അവരെല്ലാം പാട്ടുകൾ ഇതെല്ലാം ഇങ്ങനെ കേട്ടു മാറും. അപ്പൊ ഇന്നാളെ ഞാൻ ഒരു പ്രോഗ്രാം, ഇങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു. ഇതിനേക്കാളും രസകരമായ ഒരു സംഭവം, ഞാൻ കോട്ടയത്ത് ഒരിക്കൽ പ്രോഗ്രാമിന് പോയപ്പോൾ അദ്ദേഹം ഒരാൾ എഴുന്നിട്ട് ഒരു ചലഞ്ച് ചെയ്തു. താങ്കൾ ഇത്രയും പാട്ട് പാടിയല്ലോ, കോളിളക്കം എന്ന സിനിമയിൽ ജയന് വേണ്ടി ദാസേട്ടൻ ഒരു വിരുത്തം പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ജയന് വേണ്ടിയാണ്. പടം തുടങ്ങുന്നത് ജയന്റെ ഫോട്ടോയിൽ മാല ചാർത്തിക്കൊണ്ട് ദാസേട്ടൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പി ഭാസ്കരൻ മാഷാണ് ഇത് എഴുതിയേക്കണം, ജയൻ എന്ന നടന് വേണ്ടി. അത് പാടാമെന്ന് ചോദിച്ചു. അപ്പൊ അതുവരെ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശരി, ഞാൻ പറഞ്ഞു പാടാന്ന് പറഞ്ഞു. അത് പാടി എനിക്ക് 1001 രൂപ സമ്മാനം തന്നു. അദ്ദേഹം പറഞ്ഞു ഇത് താങ്കൾ പാടൂലെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം പാട്ടല്ല, ജയൻ എന്ന നടന് വേണ്ടി പി ഭാസ്കരൻ മാസ്റ്റർ എഴുതി ദാസേട്ടൻ പാടിയ ഒരു വിരുദ്ധമാണ് ജയൻ എന്ന നടന് വേണ്ടി. രണ്ടുപേരും പാടി. അത് ആദ്യ പാഠത്തിൽ തന്നെ അഭിനയത്തിൻ 18 അടവുകളാം പടവുകൾ കേറി, ആപത്തുമായങ്കക്കുറി നീട്ടി, ആവേശലഹരിയിൽ വിജയക്കുറി ചാർത്തി, സമയസാഗര കോളിളക്കത്തിൽ നീന്തി, വിധിയുടെ വിളി കേൾക്കേ, അമരചക്രമാളമേറിനി കിരണപൂരമേ, സുഗുണാതാരമേ, ജയ 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 താരമേ, ജയ താരമേ. ഇത് കഴിഞ്ഞ ശേഷമാണ് സിനിമ തുടങ്ങുന്നത്. അപ്പൊ മൺമറഞ്ഞു പോയ ആ നടന് വേണ്ടി ഭാസ്കരൻ മാസ്റ്റർ എഴുതി ദാസേട്ടൻ പാടിയത്. മൻസൂറിൻ്റെ പാട്ടുകൾ സ്ഥിരമായി കേൾക്കാറുള്ള ഒരാളാണ് ഞാൻ. ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ താങ്കൾ അത്രമാത്രം ഓർമ്മശക്തിയുള്ള ഒരു ഉന്നത നിലവാരം പുലർത്തിയ വിദ്യാർത്ഥിയായിരുന്നു. അതോ വിദ്യാഭ്യാസ കാലത്ത് ഉഴപ്പി നടക്കുകയും ഇങ്ങനെ പാട്ടിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചെടുക്കുകയും ചെയ്ത് പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഓർമ്മശക്തി മുഴുവൻ ഈ ഗാനങ്ങളിൽ കേന്ദ്രീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണോ ഇതിന് കാരണമെന്ന് എനിക്ക് അറിയാൻ താല്പര്യം.
ഇത് ബാലേന്ദ്ര സർമോൻ, ബാലേന്ദ്ര സാർ. നമ്മുടെ ആദ്യത്തെ മുൻ മുൻ മേയറായിരുന്നു, മേയർ, GCD മേയർ. ചെയർമാനാണ്. ഇപ്പോ കേരളത്തിന്റെ ഏറ്റവും വലിയ സംസ്കാരിക കേന്ദ്രമായ ചങ്ങമ്പുഴ സംസ്കാരിക കേന്ദ്രത്തിന് പ്രസിഡന്റാണ്. എന്റെ ഗിന്നസ് ബുക്കിന്റെ 5 മണിക്കൂറും 10 മണിക്കൂറും 15 മണിക്കൂറും 19 മണിക്കൂറും എല്ലാം നടത്തിയത് ഈ ചങ്ങമ്പുഴ പാർക്കിലാണ്. ബാലേന്ദ്രൻ സാർ പറഞ്ഞൊരു വളരെ പോയിന്റ് ഉണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഹാർഡ് ഡിസ്കിൽ പ്രിസർവ് ചെയ്തില്ല, ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. ആ സ്പേസ് ആണ് മൻസൂറിന് ഇപ്പൊ മൻസൂർ ആക്കി തീർന്നത്. ശരിയാണ്, തീർച്ചയായിട്ടും. അതല്ലെങ്കിൽ പഴയ ഈ പറഞ്ഞ പോലെ ഈ ലോഗരിതം ടേബിളും മറ്റതൊക്കെ മറിച്ച് കണക്കുകളൊക്കെ വേണമെങ്കിൽ തലേ കയറ്റിയിട്ട് ആ ഗ്യാപ്പ് ഫില്ലായി പോയിന്. തീർച്ചയായിട്ടും. അന്ന് മനസ്സിൽ ഈ പഴയ കാലം, പഴയ സിനിമയും പാട്ടുകൾ വരുന്ന ഒന്നും ഓർമ്മയിൽ കിടന്നിരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് കലൂർ ഒരു അശോക തിയേറ്റർ ഉണ്ട്, പഴയൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ എല്ലാ ദിവസവും പോയിരുന്ന് സിനിമ കാണുകയും ആ പാട്ടുകളായിരുന്നു എൻ്റെ മനസ്സിൽ കിടന്നത്. അപ്പോൾ അതാണ് ഓർമ്മയിൽ നിന്ന് വെച്ചത്. അപ്പോൾ പിന്നെ പലരും പ്രോത്സാഹനം ഉണ്ടായിരുന്നു, ഈ പാട്ട് അന്യം നിന്ന് പോകാതിരിക്കുക, താങ്കൾ അതിൽ തന്നെ പിന്നെ അറിയാവുന്നവരും പറഞ്ഞു പുതിയ പാട്ടിലോട്ട് പോകണ്ട. അത് പാടാൻ ധാരാളം കഴിവുള്ള ഗായകരുണ്ട്. മൻസൂറെ കുടുംബത്തില് മകള് അല്ലേ, മകളാണ് ഇപ്പോൾ ഒരു നിർണായകമായ സ്വാധീനം മൻസൂറിന്. തീർച്ചയായിട്ടും മകളുടെ ചില എന്താ പറയേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ താങ്കൾ മാനിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. മകളിപ്പോൾ ഏറ്റവും വലിയ സന്തോഷം, കഴിഞ്ഞ ദിവസം അവൾക്ക് JRF ലഭിച്ചു. മോളിപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. മഹാരാജ് കോളേജിലാണ് പഠിച്ചത്. ഇപ്പോൾ തൃക്കാക്കര ഭാരതമാ കോളേജിൽ പ്രൊഫസറാണ്. കഴിഞ്ഞ 2 വർഷം മുമ്പ് NJ യൂണിവേഴ്സിറ്റി നാടകോത്സവത്തിൽ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. മകളും മൻസൂറിന്റെ വഴിത്താരയിലൂടെയാണോ? അവള് നന്നായിട്ട് വായിക്കും, നന്നായിട്ട് കഥ എഴുതും, വായിക്കും, നന്നായിട്ട് പ്രസംഗിക്കും. പാടാനുള്ള കഴിവ് അവള് തന്നെ പറഞ്ഞു എനിക്ക് പറ്റൂല, അതിനുള്ള കഴിവ് കിട്ടിയില്ല. പിന്നെ നന്നായിട്ട് അവതാരികയായിട്ട് പല ചാനലിലും അവതാരികയായിട്ട് വന്നിട്ടുണ്ട്. ഹായ് വാപ്പി. വാപ്പിയെ കുറിച്ച് എന്താ പറയണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കുറേ നേരമായിട്ട് ആലോചിക്കുകയാണ് എന്ത് പറയണമെന്ന്. ആസ് എ സിംഗർ എനിക്ക് ഇഷ്ടമുള്ളതിനേക്കാളും കൂടുതൽ ഞാൻ ആസ് എ പേഴ്സൺ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം തീരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് ഏറ്റവും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ബുക്കുകൾ കയ്യിൽ തരിക, അല്ലെങ്കിൽ എൻ്റെ ശരികളിൽ എന്നെ വിശ്വസിക്കാൻ പഠിപ്പിച്ചൊരച്ഛനാണ്. ഇതിനേക്കാളൊക്കെ കൂടുതൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഭയങ്കര ഒരു മൃഗസ്നേഹിയാണ്. ഇടയ്ക്കെങ്കിലും വഴക്കിടാൻ നേരത്ത് ഞാൻ ചോദിക്കാറുണ്ട് എന്നെയാണോ വീട്ടിലെ പൂച്ചയാണോ ഇഷ്ടം എന്ന്. പലപ്പോഴും കൊച്ചിൻ മൻസൂറിൻ്റെ മകളാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കുക അപ്പോൾ മോള് പാടുമെന്നാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് എനിക്ക് പാടാനല്ല ഇഷ്ടം, എനിക്ക് തിയേറ്റർ ആക്ടിംഗ് ആണ് ഇഷ്ടം എന്ന്. അപ്പോൾ വാപ്പി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു കുഞ്ഞു സങ്കടമെങ്കിലും ഞങ്ങൾ രണ്ടാളും പാട്ടിൻ്റെ വഴിയെ വന്നില്ല എന്ന്? എന്താ ഇതിൻ്റെ ആൻസർ? മൻസൂറിന്റെ സ്വഭാവം മുഴുവൻ മോള് പറഞ്ഞു തന്നെ. മൻസൂർ മനുഷ്യനെ സ്നേഹിക്കുന്നവരെക്കാളും കൂടുതൽ മൃഗങ്ങളെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മുടെ ഈ പിന്നെ ഇപ്പം വാർത്തകളിലൊക്കെ സ്ഥാനം പിടിക്കുന്ന ഈ തെരുവ് നായകളെ മൻസൂർ സ്നേഹിക്കുന്നുണ്ടോ? തെരുവുനാളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ആഹാരം കൊടുക്കാറുണ്ട്. പക്ഷെ അതുങ്ങളിങ്ങനെ ഈ അക്രമം ഇത് കാണുന്നതിനോടും ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും മിണ്ടാപ്രാണികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ പൂച്ചകളോട് വലിയ വാത്സല്യമാണ്. ഒരുപാട് പൂച്ചയുണ്ട് വീട്ടില്. ആണ് മക്കൾക്ക് ഭക്ഷണം കൊടുത്തതിനേക്കാളും കൂടുതൽ പൂച്ചയ്ക്ക് കൊടുത്തു. ഞാൻ എന്താ സ്ഥലത്ത് പ്രോഗ്രാമിന് പോകുമ്പോൾ ആദ്യം പൂച്ചകളുടെ ഭക്ഷണം കൊടുക്കും. ഞാൻ പിള്ളേരോട് പറയും കൃത്യം 1 മണിക്ക് പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കും. കുട്ടികൾ തന്നെ പറഞ്ഞത്. എല്ലാവർക്കും ഓരോ പേര് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഞാൻ കൃത്യസമയത്ത് വരുമ്പോൾ, ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ എല്ലായിടത്തേക്ക് വരും. അവർ കൃത്യമായിട്ട് ഭക്ഷണം ചോറിൽ വെളിച്ചെണ്ണ കുഴച്ച് ഇവർക്ക് എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പൂച്ചകളെന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു സത്യമാണ്. എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു സത്യം കൊണ്ടുണ്ട്. എനിക്ക് ഒരു പൂച്ച ഉണ്ടായിരുന്നു, അവൻ മരിച്ചുപോയി. കുമ്പു എന്നാണ് പേര്. പഴയ പാട്ട് ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഫുൾ ടൈം എൻ്റെ അടുത്ത് കേൾക്കും. പക്ഷേ ആ അടിപൊളി പാട്ട് മോളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം മുക്കാബല എന്നുള്ള പാട്ട് ഇട്ട് കൊടുത്തപ്പോൾ വന്ന വഴി പൂച്ച ഓടിക്കളഞ്ഞു. വീണ്ടും ഞാൻ 1000 പാസരം പാടിയപ്പോൾ ആൾ തിരിച്ചു വന്നു. ഇത് ഞാൻ പലരോടും പറഞ്ഞൊരു കഥയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യങ്ങളൊന്നും എനിക്കറിയില്ല. മോളെ പോയി പറഞ്ഞല്ലോ ആൾക്കാർ പൂച്ചയുടെ രൂപത്തിൽ വന്നതാണോ? അപ്പൊ താങ്കളുടെ റിഹേഴ്സലൊക്കെ പൂച്ചയുടെ കൂടിയാണോ? പൂച്ചയുടെ മുമ്പിൽ വെച്ച് പൂച്ചയുടെ മുഖഭാവങ്ങൾ നോക്കിയിട്ടാണോ താങ്കൾ പാട്ട്? അങ്ങനെയല്ല, പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരെ അടുത്ത് വന്നിരിക്കും. പൂച്ചകൾക്ക് പാടി കൊടുക്കാറുണ്ടോ? പൂച്ചകളുടെ പാട്ടൊക്കെ പാടും, ഞാനിങ്ങനെ എടുത്തൊക്കെ പാടും ചിലപ്പോൾ. അപ്പൊ കൂടെ ഇരുന്നുള്ളൂ. അപ്പൊ മക്കളെ ഈ ഓമനിച്ചതിനേക്കാൾ കൂടുതൽ മൻസൂർ ഓമനിച്ചിട്ടുള്ളത് പൂച്ചകളെയാണ്. ശരി, ഇപ്പൊ ചിലപ്പോൾ ഒരുപക്ഷെ സത്യമായിരിക്കും. അതാ മകളിപ്പോ തികട്ടി വന്നു. വാപ്പയ്ക്ക് ഞങ്ങളെയാണോ അതേ ഇഷ്ടം, പൂച്ചയാണ് ഇഷ്ടം എന്നുള്ള കാര്യം. ഞാൻ കുട്ടികളോട് പറയും മിണ്ടാപ്രാണികൾക്ക് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ്. കാരണം മോൾ അതുപോലെ തരായിരുന്നു. കാരണം ഒരു അന്ധനായ ഒരു കുട്ടിക്ക് പരീക്ഷ എഴുതി കൊടുത്തു, ആ കുട്ടി പാസ്സായി. അപ്പം ഞാൻ പറഞ്ഞു നല്ല ഒരു കർമ്മമാണ് ചെയ്തതെന്ന് പറയും. അപ്പം ഞാൻ എപ്പോഴും പറയും മിണ്ടാപ്രാണികളെ. മോള് പാടാത്തതിൽ ചെറിയൊരു വിഷമമുണ്ടോ? കിട്ടാത്തതിൽ വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ സാരമില്ല, അത് ഓരോരുത്തർക്കും ഓരോ കഴിവ്. പക്ഷേ നന്നായിട്ട് പ്രസംഗിക്കും, നന്നായിട്ട് എഴുതും, നന്നായിട്ട് പഠിക്കും. എനിക്ക് കിട്ടാത്തത് എൻ്റെ മക്കളിലൂടെ എനിക്ക് കിട്ടാൻ സാധിച്ച സന്തോഷം. എല്ലാം നമുക്ക് മക്കൾക്ക് വേണമെന്ന് പറയുന്ന ഒരു അത്യാഗ്രഹം അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതിന് മറ്റൊരു കഴിവ് ദൈവം ആ ഒരു മെമ്മറി പഠിത്തത്തിൽ കിട്ടി. അവളെ പഠിപ്പിച്ച അധ്യാപകർ പറയും നല്ല പേഴ്സണാലിറ്റി ആണെന്നൊക്കെ പറയും. അത് തന്നെ. മൻസൂർ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മൻസൂറിനോട് ഇനിയും ഒരുപാട് പാട്ടുകൾ പാടാൻ പറയണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മൻസൂറിൻ്റെ പാട്ടുകൾ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഏതൊരു പരിപാടിക്കും അതിൻ്റെ സമയപരിധി ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ പിൻവാങ്ങുന്നത്. ഇനി മൻസൂർ ഈ 19 എന്ന് പറയുന്ന 24
പിന്നീട് 48 ഒക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ JB ജംഗ്ഷന്റെ ഈ സോഫയിൽ വെച്ച് കാണാമെന്നുള്ള വിശ്വാസത്തിലാണ് ഈ പരിപാടി നടത്തുന്നത്. തീർച്ചയായിട്ടും മൻസൂറിന്റെ ഒരു നല്ലൊരു പാട്ടോടുകൂടി. ഓക്കെ, അത് നമുക്ക് കുട്ടികൾക്ക് ഇവർക്ക് കൊടുക്കാവുന്ന ഒരു പാട്ടാണ്. 50 പാട്ടിന് തുല്യമാണ് ഈ പാട്ട്. യോധ എന്ന ചിത്രത്തിന് വേണ്ടി ബിച്ചു തിരുമല സാർ എഴുതി, വിശ്വവിഖ്യാതനായ സംഗീതജ്ഞൻ A.R. റഹ്മാൻ സംഗീതം ചെയ്ത ദാസേട്ടനും MG ശ്രീകുമാർ എന്ന ശ്രീകുട്ടൻ ചേട്ടനും പാടിയ പാട്ട്. മലയാളത്തിന്റെ ഏറ്റവും വലിയ ലാലേട്ടൻ, 2 നടന്മാര്, തൈപ്പറമ്പിൽ അശോകൻ എന്ന കഥാപാത്രയും ജഗതി ചേട്ടൻ, അരിശുമൂട്ടിൽ അപ്പുക്കൂട്ടൻ എന്ന കഥാപാത്രത്തെ അവരുടെ സമസ്ത ഭാവങ്ങളും ആ ഭാവങ്ങൾ